goods given as charity. Charity account debit to purchase. Purchase ഡെബിറ്റിനാണല്ലോ വരാ. ഇതെന്താ ഇവിടെ ക്രെഡിറ്റിൽ വന്നിരിക്കുന്നത്? ഓക്കെ. ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ. അഡ്വർടൈസിംഗ് ഡെബിറ്റ് ടു പർച്ചേസ്. ഇവിടെയും പർച്ചേസ് ക്രെഡിറ്റിലാണോ വന്നിരിക്കുന്നത്? ഡെബിറ്റിലാണല്ലോ വരാ. എന്താണ് കൺഫ്യൂഷൻ? സാർ ഇവിടെ പർച്ചേസ് ക്രെഡിറ്റിലാണ് സാർ വന്നിരിക്കുന്നത്. നമുക്ക് ഡെബിറ്റിനാണല്ലേ സാർ പർച്ചേസ് വരാ. വെരി ഗുഡ്. സോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. ഓക്കെ. പൊതുവെ പർച്ചേസിന് അശ്വതി എന്താ ചെയ്യാറ്? ഡെബിറ്റ് ചെയ്യും സാർ. എന്തുകൊണ്ടാ പർച്ചേസിന് ഡെബിറ്റ് ചെയ്യണേ? കാരണം മറിച്ച് വിൽക്കാലോ. വെരി ഗുഡ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണം നോക്കൂ. ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. അപ്പൊ അശ്വതി ചാരിറ്റിക്ക് വല്ലതും കൊടുത്താ അശ്വതി കാശ് വാങ്ങിക്കോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ വാങ്ങിച്ച ഗുഡ് വേസ്റ്റ് ആയില്ലേ? യെസ്. നമ്മളാണെങ്കിൽ പർച്ചേസിന് ഡെബിറ്റ് ചെയ്യും. പക്ഷെ വാങ്ങിച്ച ഗുഡില് നമുക്ക് പിന്നീട് മറിച്ച് വിറ്റ് കാശാക്കാനും പറ്റില്ല. അപ്പോ വാങ്ങിച്ചത് വേസ്റ്റ്. അപ്പൊ ഡെബിറ്റ് ചെയ്ത സംഭവത്തിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണല്ലോ റൂള്. ഓൾറെഡി ഡെബിറ്റ് ചെയ്ത സംഭവത്തിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഈസി. നോക്കൂ, ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. അടുത്തതോ ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ. ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുത്തു, അതിൽ കാശ് കിട്ടു? ഒരിക്കലും ഇല്ല. ഇറ്റ് ഈസ് എ വേ ഓഫ് പ്രൊമോഷൻ അല്ലേ? അഡ്വർടൈസിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ചാരിറ്റി. ഇതുപോലെ ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ട് കേട്ടോ അശ്വതി. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. എന്തായിരിക്കും ജേർണൽ എൻട്രി? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. പർച്ചേസ് ക്രെഡിറ്റ് ആയില്ലേ? ഇതുപോലെ ഒത്തിരി സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ സർ, എനിക്ക് മനസ്സിലായി. സർ ഇത്രയും കാര്യങ്ങളൊക്കെ എവിടുന്നാ സർ പഠിക്കാൻ പറ്റാ? അശ്വതി, അതിനല്ലേ നമ്മുടെ എൻട്രി എലവേറ്റ് ഉള്ളത്. ഇതുപോലുള്ള അക്കൗണ്ടൻസി കാര്യങ്ങൾ കൂടുതൽ അറിയാനും ഇൻട്രസ്റ്റിംഗോടെ പഠിക്കാനും ജോയിൻ എൻട്രി എലവേറ്റ്.